അപ്പൊ നമ്മള് 6th സെമ്മിലെ സബ്ജക്ട് ഇസ്ലാമിക് ഫിനാൻസ് 2 സബ്ജക്റ്റുകളാണുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്നുള്ളത്. ആ ഏരിയ ആണ് നമ്മൾ ഇപ്പൊ അതിൽ ആദ്യത്തെ മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് കൺവെൻഷണൽ അക്കൗണ്ടിങ്ങുമായിട്ടൊരു ഒരു കണക്ഷൻ, എന്തിനാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്നുള്ള രൂപത്തിലേക്ക് അറിയണം. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ആക്സെപ്റ്റ് when the same idea is connected with some religious principles. കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിന് ഒരു പ്രത്യേക മത വിഭാഗമായിട്ടോ അല്ലെങ്കിൽ മതവുമായിട്ടോ ഒന്നും ബന്ധം ഇല്ല. പക്ഷെ ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ the name is related to a religion. അല്ലെ, ഒരു മതവുമായിട്ട് ബന്ധമുള്ള പോലെയാണ് ആ പേരിൽ തന്നെ ഉള്ളത്. Then so it may some people think that the accounting in Islam, okay, സാധാരണ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊക്കെയാണ് പറയുക. ബട്ട് ഹിയർ വി ആർ സ്പെസിഫൈങ് ആസ് ഇസ്ലാമിക് അക്കൗണ്ടിങ്. Then as a matter of fact, Islamic society operates under different principles and assumptions. As the name implies, Islamic accounting, it follows some principles which is based on Islam, which is based on a particular religion, but it can be followed to any person. ഒരു പ്രത്യേക മത വിഭാഗത്തിന്റെ പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരാളുടെയും വിശ്വാസത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഇതാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ടും മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടും സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം നമ്മുടെ അക്കൗണ്ട്സിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനും വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് മാത്രമാണ്. ആർക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിനെയോ മറ്റു കാര്യങ്ങളെയോ ഇവിടെ തടസ്സം നിർത്തിക്കൊണ്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ല. ഏതൊരാൾക്കും സ്മൂത്ത് ആയിട്ട് ബിസിനസ് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. Then while operating a business, they have the role of stewardship towards society. When we are following the Islamic accounting, when we are doing the business by following Islamic accounting, every person, if he follows Islamic accounting principles, then he has a responsibility towards the society. Okay, അപ്പോ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് അതിന്റെ കടപ്പാടുള്ളതെന്ന് വെച്ചാൽ അതിന്റെ ഓണേഴ്സിനും അതിന്റെ കസ്റ്റമേഴ്സിനും മാത്രമല്ല ഉള്ളത്. They have the responsibility towards the society also. Then similarly, guidelines of the Sharia. Sharia നമ്മൾ നേരത്തെ പറഞ്ഞു. Sharia means Islamic laws. Islamic laws and principles that should be followed. Otherwise, there is no meaning for Islamic accounting. If there is no Sharia, there is no Islamic accounting. There can be seen accounting, but there is no Islamic accounting. So we should follow the Sharia to complete the accounting as Islamic accounting. Then the Sharia also have defined the duties towards employees, then the duties towards customers, and duties towards competitors. So all these are the part of society. So we have the responsibility towards the society. Then with the emergence and the subsequent development of Islamic economics, including the Islamic financial system and its institution, there became a need of Islamic accounting. ഈ ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്ന സബ്ജക്ട് പഠിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഇസ്ലാമിക് ഫിനാൻസ് എന്താണെന്ന് പഠിച്ചു, ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്നുള്ളൊരു പേപ്പറും പഠിച്ചു.
അതിൽ നിന്നൊക്കെ നമുക്ക് കുറെ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെയൊക്കെ ബിസിനസ്, ഏതൊക്കെ തരത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പ്രൊഹിബിഷൻസ് ഇൻ ഇസ്ലാമിക് ഫിനാൻസ്, അല്ലെ, പെർമിഷൻസ് ഇൻ ഇസ്ലാമിക് ഫിനാൻസ്. അപ്പൊ നമ്മൾ കുറെ എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹറാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെ. തെക്കൻ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഹലാൽ എന്നുള്ള വേർഡ്, ഹലാൽ ബിസിനസ് എന്ന് ഹലാൽ പ്രൊഡക്റ്റ് എന്ന് ഉപയോഗിച്ചപ്പോ ഒരു വിഭാഗം ആളുകൾ അതിനെ എതിർത്തു. ആ പേര് അവിടുന്ന് ഒഴിവാക്കി. എന്നോ വെച്ചിട്ടുള്ള പേരാണ്, ആ പേര് അവിടുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് തെറ്റാണോ ശരിയാണോ നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ വന്നൊരു മെസ്സേജാണ് ഹറാം പ്രോഡക്ട്സ് അവൈലബിൾ ഹിയർ. അപ്പൊ ഇത് തെറ്റായ ഒരു ഒബ്ജക്റ്റീവ് ആണ് അതിന്റെ പിറകിലുള്ളത്. തെറ്റായ ഒരു ഒബ്ജക്റ്റീവ്. അങ്ങനെ ആവരുത്. നമ്മൾ ഒരാളെയും മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ തരം താഴ്ത്തി കാണിക്കാനോ ഉള്ളതല്ല. We want to get the satisfaction from all of the part of society as a whole. അപ്പൊ ഈ ഇസ്ലാമിക് സിസ്റ്റം, ഇസ്ലാമിക് ബിസിനസ്, ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ there is a need of Islamic accounting also. Okay, then it is not a new thing. Then as there is a significant historical evidence to show the use of Islamic accounting practices as early as the time of the second Khalif Umar. എന്ന് പറഞ്ഞാൽ ഖലീഫ എന്ന് പറയുന്നത് മുസ്ലിംസിന് അറിയാം, അല്ലാത്ത ആളുകൾക്ക് ശരിക്കൊരു ഭരണാധികാരി എന്നുള്ള ഒരർത്ഥം. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അവസാനത്തെ വിശ്വാസം അനുസരിച്ച് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം 4 ആളുകൾക്ക് കൃത്യമായിട്ട് ഭരണം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ആളെ അബൂബക്കർ എന്നും രണ്ടാമത്തെ വ്യക്തിയാണ് ഉമർ എന്നുള്ള പേര്. അതാണ് ഇപ്പൊ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്, അല്ലെ. പിന്നീടാണ് ഉസ്മാൻ എന്നുള്ളതും അലി എന്നുള്ള ഈ ആളുകളെയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ രണ്ടാമത്തെ ആൾ, ആദ്യത്തെ ആള് വളരെ കാം ആൻഡ് ക്വൈറ്റ്, എല്ലാ ആളുകളോടും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ രണ്ടാമത് വന്ന ആള് കുറച്ചും കൂടെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു, ശാഠ്യം പിടിക്കുന്ന ഒരാളായിരുന്നു. അത് ഒരിക്കലും ഈ മതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാൽ കുറെ ചരിത്രങ്ങൾ ഇഷ്ടംപോലെ വായിക്കുമ്പോഴാണ് നമുക്കത്. ഇപ്പൊ നമ്മളൊക്കെ ഈ മദ്രസയിൽ പഠിച്ച ആളുകൾക്കൊക്കെ എല്ലാരും പഠിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമായ ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയിലെ പാലിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിനെ എതിർത്ത ഒരു കഥ ഉണ്ട്. അപ്പൊ പാലിൽ വെള്ളം ചേർക്കണ ഇപ്പൊ ആരപ്പ ഇത് അറിയാൻ പോണതെന്ന് ചോദിക്കുമ്പോ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ദൈവം ഇത് അറിയും എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. അപ്പൊ ഇവിടെ സത്യസന്ധതക്കാണ് പ്രാധാന്യം. അപ്പൊ ഈ വെള്ളം ചേർത്ത പാല് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമറെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ഇസ്ലാമിക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരാൾക്കും നമുക്ക് ആരും കാണാതെ നമുക്ക് പല കള്ളത്തരങ്ങളും അതിൽ ചെയ്യാം. പക്ഷെ അത് നേരത്തെ പറഞ്ഞ ശരിയ എന്നുള്ള സിസ്റ്റത്തിന്, ഇസ്ലാമിക് ലോ എന്നുള്ളതിന് എതിരാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു ഭാഗത്ത് നമുക്കൊരു വിശ്വാസം അടിയുറച്ചിട്ടുണ്ടാവണം. നമ്മൾ ശരിയായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ് ആവുള്ളൂ എന്നുള്ള ഒരു ബോധം കൃത്യമായിട്ട് നമുക്ക് വേണം. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത്, ഈ സെന്റൻസ് പറയുന്നത് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്നുള്ളത് പുതിയ ഒരു കാര്യം അല്ല. അത് എത്രയോ മുമ്പ് തന്നെ 2ാം ഖലീഫയായിരുന്ന ഉമർ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഭരണം നടത്തിയ അന്ന് മുതൽ ഈ സിസ്റ്റം നിലനിൽക്കുന്നു. പക്ഷെ അതെന്തില്ല, അതിന്റെ പ്രിൻസിപ്പിൾസ് ഇന്നതാണെന്നോ അത് ഇന്ന സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്യുന്നത് എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അന്ന് നടന്നിരുന്ന സിസ്റ്റം ഇപ്പോഴത്തെ റൂള് വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിക് അക്കൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, ദെൻ ഇനി എന്താണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്?
എന്താണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്? വാട്ട് ഈസ് ഇസ്ലാമിക് അക്കൗണ്ടിങ്? Islamic accounting can be defined as, listen, Islamic accounting can be defined as an accounting system or accounting framework which plans to furnish clients a particular system of accounting or framework which plans to furnish clients with data empowering them to manage their organization and associations as indicated by Sharia, as indicated by Islamic law. അപ്പൊ സാധാരണ അക്കൗണ്ടിങ് തന്നെയാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് ഓർ അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ദ പീപ്പിൾ, ദോസ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ദെയർ ബിസിനസ്. കുറച്ച് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെ സഹായിക്കും. ഏതാളുകൾ? ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ഫ്രെയിംവർക്കാണ്, അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്. എങ്ങനത്തെ ബിസിനസ്? ദാറ്റ് ബിസിനസ് ഷുഡ് ബി ഫോളോഡ് ശരിയ പ്രിൻസിപ്പിൾസ് ഓർ ഇസ്ലാമിക് ലോസ്. അപ്പൊ ഇസ്ലാമിക് ലോ അനുസരിച്ച്, ശരിയ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളെ, അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഫ്രെയിംവർക്കാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്. അപ്പൊ സാധാരണ ഈ ശരിയ നോക്കാതെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഏത് ഫോളോ ചെയ്യാൻ കഴിയില്ല? ഇസ്ലാമിക് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാൻ കഴിയില്ല. ശരിയ അനുസരിച്ച് മാത്രം, ഇസ്ലാമിക് ലോ അനുസരിച്ച് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ഒക്കെ എന്ത് തന്നെയായിരിക്കും? ഇസ്ലാമിക് അക്കൗണ്ടിങ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം, അക്കൗണ്ടിങ് ഫ്രെയിംവർക്ക് തന്നെയാണ്. ബട്ട് their business are followed the Islamic laws or the Sharia. Then the development of Islamic accounting. Next area, development of Islamic accounting. The development of accounting in the Islamic state was associated with zakat. Zakat is an Arabic term. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു അറബി വാക്ക് മാത്രമാണ്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാല്? ശരിക്കും ടാക്സ് ആണ്. ടാക്സ് ആണ്. നമ്മള് ഇപ്പോ ഈ 5ാമത്തെ സെമസ്റ്ററിലും 6ാമത്തെ സെമസ്റ്ററിലും ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് സക്കാത്ത് അല്ല, അത് ഇൻകം ടാക്സ് ആക്ട് 1969 ആണ്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ഒരു നിശ്ചിത വരുമാനം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബ് ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ആളുകൾ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ അതിനേക്കാൾ എത്രയോ താഴെയാണ് സക്കാത്ത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ചെറിയ വരുമാനമുള്ള ആളാണെങ്കിലും അയാളുടെ വരുമാനത്തിന്റെ എത്ര ശതമാനം? 2.5% സക്കാത്ത്. പക്ഷെ ഇൻകം ടാക്സിൽ നമ്മൾ പഠിക്കുന്ന 10%, 20%, 30%, അവിടെ നമ്മൾ വേറെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സക്കാത്ത് ഈ ടേം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ടാക്സ് അക്കോർഡിംഗ് ടു ശരിയ. സിസ്റ്റം ഓഫ് ടാക്സ് അക്കോർഡിംഗ് ടു ശരിയ, അതിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇസ്ലാമിക് അക്കൗണ്ടിങ് in Islamic state was associated with, which is going along with, connected with the zakat. Its formal establishment was initiated for government purpose. Its formal establishment was initiated for government purpose, and namely it was implemented for the recording of public treasury revenues and expenses. ഇതാദ്യം വന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇസ്ലാമിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2ാം ഖലീഫ ആയിരുന്ന ഉമർ തന്നെ ഫോളോ ചെയ്തിരുന്നതാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്. പക്ഷെ അതിന് റൂളൊന്നും പറഞ്ഞിട്ടില്ല.
ഇന്ന സംഗതി ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ സംഗതികളൊക്കെ വന്ന ശേഷം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് ആദ്യം തന്നെ ബിസിനസ്സുകാർക്കല്ല ചാർത്തി കൊടുത്തത്. ആദ്യം തന്നെ ഗവൺമെന്റ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഗവൺമെന്റിന്റെ ഫണ്ട് എങ്ങനെയൊക്കെ ചെലവഴിക്കണം, എന്തിന് ചെലവഴിക്കണം, അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടും, അതിൽ നിന്ന് സക്കാത്തായിട്ട് പബ്ലിക് വെൽഫെയർ പബ്ലിക്കിന് കൊടുക്കണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിന്റെ ആദ്യ സ്റ്റേജ്, ആദ്യത്തെ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ. Then the accounting systems developed and practiced in the Islamic state. The Islamic accounting system developed എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അത്. ഓക്കെ. Developed and implemented or practiced in the Islamic state. എല്ലാ രാജ്യത്തും നടപ്പിലാക്കിയിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്തടത്തും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജാ പറയുന്നത്. ആ സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 6 or 7 സ്റ്റെപ്സ്. 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞവരുണ്ട്, 7 സ്റ്റെപ്പ് എന്ന് പറഞ്ഞവരുണ്ട്. ഈ രൂപത്തിലാണ് ഇവിടെ നമുക്ക് 7 സ്റ്റെപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 6 പോയിന്റ് ആണ് നമുക്കുള്ളത്. അതിൽ 7ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് സ്റ്റേബിൾ അക്കൗണ്ടിങ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു സ്റ്റേബിൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ ലൈഫ് സ്റ്റോക്ക്. ഇവിടെ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ലൈഡില് ആക്സെന്റിങ് എന്നാണ് എഴുതിയത്. അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത സമയത്ത് മാറിപ്പോയതായിരിക്കും. ആക്സെന്റിങ് എന്നാണ്, അത് അക്കൗണ്ടിങ് എന്നാണ് ശരിക്കും വരേണ്ടത്. അക്കൗണ്ടിങ് ഫോർ ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികൾ. ഓക്കെ. പലതരത്തിലുള്ള ജന്തുക്കളെയും നമ്മൾ ഫാം നടത്തൂലേ, ആ ഫാമിംഗ് സിസ്റ്റം, അതിന്റെ അക്കൗണ്ടിങ് ആയിരുന്നു ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ദെൻ 2ാമത്തെ സ്റ്റേജ് ആണ് കൺസ്ട്രക്ഷൻ അക്കൗണ്ടിങ്. അതെല്ലാവർക്കും അറിയാലോ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, റോഡ് എല്ലാ കൺസ്ട്രക്ഷനും. ദെൻ 3rd വൺ ആണ് റൈസ് ഫാം അക്കൗണ്ടിങ് ഓർ അഗ്രികൾച്ചറൽ അക്കൗണ്ടിങ്. അഗ്രികൾച്ചറൽ അക്കൗണ്ടിങ്. Then 4th step warehouse അക്കൗണ്ടിങ്. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതുകൊണ്ടാണ്. അഗ്രികൾച്ചർ എന്താണ് എന്നുള്ളതും വെയർഹൗസ് എന്താണ് എന്നുള്ളതൊക്കെ അറിയാമെന്നുള്ളതും. യെസ്. 5th വൺ ആണ് മിന്റ് അക്കൗണ്ടിങ്. മിന്റ്, MINT, മിന്റ് അക്കൗണ്ടിങ് ഓർ കറൻസി അക്കൗണ്ടിങ്. കറൻസി അക്കൗണ്ടിങ് നമ്മളിപ്പോ ഇന്ത്യൻ റുപ്പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡോളറിലേക്ക് മാറ്റുമ്പോൾ ലാഭനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ തന്നെ ഉണ്ട്, കറൻസിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളതിന്റെ അക്കൗണ്ടിങ്. ദെൻ 6th വൺ ഷീപ്പ് ഗ്രേസിംഗ് അക്കൗണ്ടിങ്. ഷീപ്പ്, ആട്ടിൻപറ്റങ്ങൾ, ആട്ടിൻകൂട്ടങ്ങൾ. അപ്പൊ നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് ലൈഫ് സ്റ്റോക്ക്, അതിലെല്ലാം വരും, എല്ലാം വരും. ഇവിടെ പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഒരുപാട് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഷീപ്പ് ഗ്രേസിംഗ് എന്നുള്ളത്. ഷീപ്പ് ഗ്രേസിംഗ് നമ്മളെ ഇവിടുന്ന് തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ ജോലിക്ക് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ ഈ ആടുകളെ മേയ്ക്കാനും അയറ്റാളെ നോക്കുന്നതൊക്കെ ഏരിയയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. സോ എ പർട്ടിക്കുലർ സിസ്റ്റം വാണ്ട് ടു ബി ഫോളോഡ് ഫോർ ദാറ്റ് ബിസിനസ് ഇറ്റ് സെൽഫ്. അതിനാണ് നമ്മൾ ഷീപ്പ് ഗ്രേസിംഗ്. ഈ 6 പോയിന്റ് ആണ് ഇതിലുള്ളത്. 7ാമത്തതാണ് ട്രഷറി അക്കൗണ്ടിങ്. ട്രഷറി അക്കൗണ്ടിങ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപ്ലിമെന്റ് ചെയ്തത് ഗവൺമെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരുടെ എക്സ്പെൻസും ഇൻകവും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സിസ്റ്റം ട്രഷറി അക്കൗണ്ട്. ഈ ഈ 7 സ്റ്റെപ്പിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ള ഒന്നാണ് റെക്കോർഡിംഗ് പ്രൊസീജിയർ. Recording procedure. The recording procedures developed and applied by the government authorities as well as
ഇൻഡിവിജ്വൽ എന്റർപ്രണേഴ്സ് എല്ലാവരും ഏതൊരു വിഭാഗമാണെങ്കിലും അത് റെക്കോർഡ്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ആയിരിക്കും, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഇഷ്ടമുള്ള രൂപത്തിൽ അവനവന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയൂല. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എ പെർട്ടിക്കുലർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോഡ് ടു ഗെറ്റ് എ ഫൈനൽ സൊല്യൂഷൻ. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളാണ് പ്രൊസീജിയറിൽ വരുന്ന കാര്യം. അതിലുണ്ട് 6-7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ട്രാൻസാക്ഷൻ ഹാഡ് ടു ബി റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി. ട്രാൻസാക്ഷൻസ് ഹാഡ് ടു ബി റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് ദേ ഒക്കേർഡ്. എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടത്തുന്നത് അപ്പൊ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. നമ്മൾ പിന്നീട് വേറൊരു സമയത്തേക്ക് അതിനെ മാറ്റി വെക്കരുത്. ട്രാൻസാക്ഷൻസ് ഹാസ് ടു ബി ഹാഡ് റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് വെൻ ദ ട്രാൻസാക്ഷൻ ഈസ് ഒക്കേർഡ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആണ് transaction had to be classified according to their nature. Transactions had to be classified according to their nature. Transactions had to be classified. ഇതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ? ഇതിനെയൊക്കെ നിങ്ങൾ നമ്മുടെ കൺവെൻഷണൽ അക്കൗണ്ടിങ് സിസ്റ്റം ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഒന്നാമത്തത് പറഞ്ഞത് ട്രാൻസാക്ഷൻ ഹാഡ് ടു ബി റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിന് ഡേറ്റ് ഉണ്ടാവും. ഓരോ ഡേറ്റിന് നടന്ന ട്രാൻസാക്ഷൻ ഉണ്ടാവും. ആ ഡേറ്റിന് അത് രേഖപ്പെടുത്തിയത് കൊണ്ടല്ലേ. അപ്പൊ ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിലും എന്ത് വേണം? ഓരോ സമയത്ത് നടക്കുന്നതും അതാത് സമയം റെക്കോർഡ് ചെയ്യണം. രണ്ടാമത് പറയുന്നത് ഓൾ ദ ട്രാൻസാക്ഷൻ ഹാഡ് ടു ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ. പല തരത്തിലുള്ള അക്കൗണ്ട് ഇല്ലേ? അപ്പൊ അതിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്നാക്കിയിട്ടില്ലേ? എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം, അങ്ങനെ ആ ട്രാൻസാക്ഷൻ ക്ലാസിഫിക്കേഷൻ ഇവിടെയും നടത്തണം അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അസെറ്റ്, ഇറ്റ് മേ ബിക്കം ഇൻ ദി റിയൽ അക്കൗണ്ട്. ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ, ദാറ്റ് ഈസ് കമ്മിങ് ഇൻ ദി പേഴ്സണൽ അക്കൗണ്ട്. Otherwise, income and expenditure, that is coming in the nominal account. ആ രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെയും നടത്തും. Then third one, receipts were recorded on the right side and the expenditure were recorded on the debit side, on the left side. അല്ലെ, നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും പറയില്ലേ? ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാവും അല്ലെ, ഡെബിറ്റ് ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ആ ടേം ഉപയോഗിച്ചിട്ടില്ല. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ആ ക്രെഡിറ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്ന് പറയും. ആ ഡെബിറ്റ് എന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് റെസീപ്റ്റ്സ് വേർ റെക്കോർഡഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് വൈൽ ദ പേയ്മെന്റ്സ് വേർ റെക്കോർഡഡ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then fourth one, no spaces were to be left between transactions. ശരിക്കും ശ്രദ്ധിക്കട്ടോ, no space were to be left in between transactions. ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി. ഇപ്പൊ ഉദാഹരണം പറയാം. ഇന്നലെ ജനുവരി 4, 2001 ഇന്നലെ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ലൈനിൽ, പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ ഇന്നാ നടത്തുന്നത്, പിന്നെ തൊട്ടടുത്ത ലൈനിൽ വരേണ്ട എന്താണ്? ജനുവരി 5. അല്ലാതെ അവിടെ ഒരു ഗ്യാപ്പ് ഇടരുത്. അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സൗകര്യം നമുക്കുണ്ട്. ഏതെങ്കിലും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയാൽ എന്ത് ചെയ്യാ? ഈ ഗ്യാപ്പിൽ അത് എഴുതി ചേർക്കുക. അതൊരു ഗുണമാണ്. പക്ഷെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ എഴുതിയത്? യെസ്, ട്രാൻസാക്ഷൻ ഹാസ് ടു ബി റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് വെൻ ഇറ്റ് ഈസ് ഒക്കേർഡ്. എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കുക അപ്പൊ തന്നെ രേഖപ്പെടുത്തും. പിന്നെ അവിടെ എന്തിടാൻ പാടില്ല? ഗ്യാപ്പ്. അങ്ങനെ ഗ്യാപ്പ് ഇട്ടാൽ അങ്ങനെ ഒരു മറന്നുപോയത് രേഖപ്പെടുത്താന്നുള്ള നല്ല വശം ഉള്ളതുപോലെ തന്നെ ഇല്ലാത്ത ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന ഒരു
മോശമായ വശവും അവിടെയുണ്ട്. അതില്ലാതിരിക്കാനാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ് പറയുന്നത് there should not be gaps in between recorded transactions. Another one, corrections. Correct ചെയ്യുക, തിരുത്തുക. Corrections, overwriting or deleting recorded transaction was prohibited. One time entry ആണ്. അത് നമ്മുടെ കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിലും അങ്ങനെ തന്നെയാണ്. വെട്ടി എഴുതാൻ പറ്റൂല. നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. നിങ്ങൾ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഒക്കെ ഇപ്പൊ ഓഡിറ്റിംഗിലും വരുന്നുണ്ട്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഒക്കെ അവിടെയൊക്കെ നമുക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, വെട്ടാൻ പറ്റൂല. അതിന്റെ മുകളിൽ കൂടെ ഒന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ വേറെ എഴുതി ചേർക്കുക, അത് പറ്റൂല. ഡിലീറ്റ് ചെയ്യാനും പറ്റൂല. ഓക്കെ, അപ്പൊ ആ രൂപത്തിലായിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് കറക്ഷൻസ്, ഓവർ റൈറ്റിംഗ് ഓർ deleting recorded entries are prohibited. Another one, monthly and yearly reports had to be prepared. നമ്മൾ സാധാരണ നോർമൽ കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യണതാണ്. ഒരു മാസത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമുക്ക് എടുക്കാനും പറ്റും. Then last one, the yearly reports were reviewed and compared to prior year reports. Yearly reports were reviewed and compared to prior year reports. നമ്മളെ ഈ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുക, എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ബാഡ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊസീജിയേഴ്സ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ദി ഇസ്ലാമിക് അക്കൗണ്ടിങ്. ഇനി ലാസ്റ്റ് ഏരിയയാണ് മോഡേൺ ഇസ്ലാമിക് അക്കൗണ്ടിങ്. മോഡേൺ ഇസ്ലാമിക് അക്കൗണ്ടിങ്, an accounting process which provides the necessary information to the stakeholders, enabling them to ensure their entity is continuously operating under Islamic law or Sharia law while fulfilling its socio-economic objective. സാധാരണ അക്കൗണ്ടിംഗ് സിസ്റ്റം പോലെ തന്നെ ഇസ്ലാമിക് അക്കൗണ്ടിംഗ് പ്രോസസ് provides the information to the stakeholders. Who are the stakeholders? The stakeholders are the investors, government, customers, competitors, employees. All these are the stakeholders, including the society. And we are giving information through Islamic accounting to all these stakeholders in order to ensure that this entity means this organization, this institution. So we can make sure this entity is continuously operating according to Islamic law. These stakeholders can make sure this entity is operating according to Sharia, according to Islamic law. At the same time, when they fulfilling the socio-economic objective. അപ്പൊ ഈ സൊസൈറ്റിക്കുള്ള അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ് നേടുന്ന അതേ സമയം തന്നെ ഈ സ്ഥാപനം നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നും ഇസ്ലാമിക് ലോ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരെ പോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അറിയാൻ പറ്റും. ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിലൂടെ അവർക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നാണ് മോഡേൺ ഇസ്ലാമിക് അക്കൗണ്ടിങ് പറയുന്നത്. എല്ലാ ആളുകൾക്കും അതിന്റെ ഇൻഫർമേഷൻ അവൈലബിൾ ആവണം. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മോഡേൺ ഇസ്ലാമിക് അക്കൗണ്ടിങ്. ഒന്ന്, ടു റിപ്പോർട്ട് ആക്യുറേറ്റ് ഇൻകം ഡിറ്റർമിനേഷൻ. ടു റിപ്പോർട്ട് ആക്യുറേറ്റ് ഇൻകം ഡിറ്റർമിനേഷൻ. അത് കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിനെ പോലെ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമത്തത്, ടു പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് ലീഡർഷിപ്പ്. ടു പ്രൊമോട്ട് എഫിഷ്യൻസി. അല്ലെ, അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ അവിടെ എഫിഷ്യൻസി ഉണ്ടാവോ? ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടം പോലെ പൈസ ഇട്ടുണ്ട്, ഒരാളെടുത്ത്
ഇഷ്ടം പോലെ പണമുണ്ട്, അയാൾക്ക് ഇത് ശ്രദ്ധിച്ച് ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എപ്പോഴാണോ എത്ര റുപ്യാണോ വേണ്ടത് അത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾ ചെലവാക്കുമ്പോ ഇന്നിപ്പോ ഞാനിപ്പോ എന്തിനൊക്കെ എത്ര റുപ്യ ചെലവാക്കിയെന്ന് ആൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത് നോക്കും. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ എന്തിനാ ചെലവാക്കിയത് നോക്കും. അപ്പൊ ഇസ്ലാമിക് അക്കൗണ്ടിങ് പറയുന്നത് മോഡേൺ ഇസ്ലാമിക് അക്കൗണ്ടിങ് വേണമെന്നും അതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായി പറയുന്നത് ടു പ്രൊമോട്ട് എഫിഷ്യൻസി ആൻഡ് ലീഡർഷിപ്പ്. തേർഡ് വൺ ടു കംപ്ലൈ വിത്ത് ശരിയ എന്ന് പറഞ്ഞാൽ ടു ഫോളോ ദി ശരിയ ഓർ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്. നാലാമത്തത് കമ്മിറ്റ്മെന്റ് ടു ജസ്റ്റിസ്. ജസ്റ്റിസ് മീൻസ് നീതി. Then fifth one, to report a good things. To report a good things. ഓരോ നല്ല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവർത്തനങ്ങളൊന്നും ഇതിൽ വന്നിട്ടുണ്ടാവില്ല, അതെല്ലാം പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ലാസ്റ്റ് വൺ, ടു അഡാപ്റ്റ് ടു പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച്. To adapt to positive social change. To adapt, accept positive social change. ഇപ്പൊ നമ്മൾ ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കൺവെൻഷണൽ അക്കൗണ്ടിങ് പിന്നെ എന്തിനാ ഒഴിവാക്കണേ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിന് ഉള്ള ക്രിറ്റിസിസം പിന്നെ എന്താണ്, അതും കൂടെ ഒന്ന് നോക്കുക. ഒന്ന്, externalities is not included. Externalities is not included in the financial report. എന്ന് പറഞ്ഞാൽ അതിൽ ബ്രാക്കറ്റിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിൽ എന്തുണ്ടാവില്ല, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ് ഉണ്ടാവില്ല. സെക്കൻഡ് ക്രിറ്റിസിസം ആണ് കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിന്റെ, ഇൻടാഞ്ചിബിൾ അസെറ്റ് കനോട്ട് ബി മെഷേർഡ് ആഡിക്വേറ്റ്ലി. ഗുഡ്വില്ല് മെഷർ ചെയ്യാൻ എത്ര മെത്തേഡ് ഉണ്ട്? ഗുഡ്വില്ലില്ലേ, നിങ്ങൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചില്ലേ? ഗുഡ്വിൽ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ 3-4 മെത്തേഡുകൾ ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡാണ് ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാം? കമ്പനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അതിനർത്ഥം എന്താണ്, ഇഫക്റ്റീവായ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് അവിടെ ഇല്ല. ഓക്കെ, ആ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് അതൊരു നെഗറ്റീവ് ആണ്. ഇൻടാഞ്ചിബിൾ അസെറ്റ് കനോട്ട് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. ദെൻ തേർഡ് വൺ, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എംപ്ലോയി റിപ്പോർട്ടിംഗ് ഇൻട്രസ്റ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. എംപ്ലോയീസ് ഇൻട്രസ്റ്റ് നോട്ട് ഇൻക്ലൂഡഡ്. എംപ്ലോയീസിനോട് ചോദിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുക? അല്ല, പുതിയ കൺവെൻഷണൽ അക്കൗണ്ടിങ്ങിൽ തന്നെയുള്ള പുതിയ ഒരു ടേം ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു ടേം ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. പക്ഷെ കൺവെൻഷണൽ സിസ്റ്റത്തിലാണ്. കൺവെൻഷണൽ സിസ്റ്റത്തിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയിയെ ഇവിടെ നിയമിക്കാൻ, അയാളെ നിലനിർത്താൻ എത്ര രൂപ ചെലവുണ്ട്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങാം, അവിടെ 3 എംപ്ലോയീസിനെ വെച്ച് പിന്നീട് നമുക്ക് തോന്നുക 3 ആൾക്കൊന്നുള്ള ജോലി ഇവിടെ ഇല്ല, ഇവിടെ 2 ആള് മതി, പിന്നെ 1 നമ്മളും ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യും? പിരിച്ചുവിടും. കാരണം എന്താ? അത് ഒരു അധികമാണ്, അതിന് നമുക്ക് ലാഭം ഇല്ല. ഓക്കെ, അതാണ് കൺവെൻഷണൽ സിസ്റ്റം ചിന്തിക്കുന്നത്. അപ്പൊ എങ്ങനെയും ലാഭം ഉണ്ടാക്കുക എന്നാണ് കൺവെൻഷണൽ സിസ്റ്റം. ഇപ്പൊ ഇവിടെ അതല്ല, ഹ്യൂമൻ റിസോഴ്സസ് ആർ ആക്യുറേറ്റ്ലി കൺസിഡേർഡ്. ദെൻ കൺവെൻഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഓവർലുക്ക്ഡ് ദി സോഷ്യൽ ഇൻട്രസ്റ്റ്. Overlooking the social interest. Then it promotes exploitation of capitalists. The conventional system promotes the exploitation of
capitalism. And last one, it promotes the concentration of wealth in the hands of rich. It promotes the concentration of wealth in the hands of rich. Okay, എല്ലാവർക്കും എത്തില്ല. പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് പൈസ അങ്ങനെ കൂടി വരിക, കൃത്യമായിട്ട് മറ്റുള്ളവരെ കയ്യിൽ എത്താതിരിക്കുന്ന ഒരു പ്രയാസം. അപ്പൊ ഇനി ഇത്ര സമയം നമ്മൾ ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഫസ്റ്റ് മോഡ്യൂളില് നമ്മൾ വായിച്ചപ്പോ ആ മോഡ്യൂളിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇസ്ലാമിക് വേൾഡ് വ്യൂ ആൻഡ് അക്കൗണ്ടിങ് എന്നൊരു ടേം ഉണ്ടായിരുന്നു. ഇസ്ലാമിക് വേൾഡ് വ്യൂ ആൻഡ് അക്കൗണ്ടിങ്. അപ്പൊ ആ ഒരു ഏരിയയിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഇസ്ലാമിക് അക്കൗണ്ടിങ് ആവുന്നത്. അപ്പൊ ഇസ്ലാം, ആ ഇസ്ലാമിക് അക്കൗണ്ടിങ്, ഇസ്ലാമിക് എന്ന വേർഡ് വന്നത് ഇസ്ലാം എന്നുള്ളതെന്നാണ്. ഇസ്ലാം മീൻസ് പീസ്. പീസ് എന്ന് പറഞ്ഞാൽ PEACE, സമാധാനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. പക്ഷെ ആ പീസ് എന്നുള്ളത് ഇവിടെ മാത്രമല്ല, ഇസ്ലാം എന്ന മതം വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസം അനുസരിച്ച് ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ ഒരു ജീവിതം കൂടെ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഇസ്ലാം എന്നുള്ള മതത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പൊ പീസ് എന്ന് പറഞ്ഞാൽ ദ പീസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ, മീൻസ് ഇൻ 2 stages. ഇവിടുത്തെ ജീവിതത്തിലും നമുക്ക് പീസ് ആയിരിക്കണം, കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നതിലും എന്താവണം, പീസ് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ മിക്ക ആളുകളൊന്നല്ല, കുറച്ചാണെങ്കിലും ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് ആകെ ഒരു ജീവിതം അല്ലേ ഉള്ളൂ, അത് നമ്മൾ എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കുക അല്ലെ. ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യുന്നതിന് പ്രശ്നമല്ല, പക്ഷെ മറ്റുള്ളവരുടെ റിസോഴ്സ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ എൻജോയ് ചെയ്യണം. നമുക്കുള്ള എല്ലാ റിസോഴ്സും ഈ തലമുറയ്ക്കൊക്കെ അവകാശപ്പെട്ടതാണ് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവുക. അവർക്കുള്ളത് അവർക്ക് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, 2 ഏരിയയിലും ആ പീസ് എന്നുള്ള മെസ്സേജിലേക്ക് എത്തും. അപ്പൊ ഇസ്ലാം എന്നുള്ള ടേമിന്റെ അർത്ഥമാണ് പീസ് എന്നുള്ളത്. ദെൻ മറ്റൊരു അർത്ഥമാണ് ഒബീഡിയൻസ്. ഇസ്ലാം എന്നുള്ളതിന് വേറൊരു അർത്ഥമാണ് ഒബീഡിയൻസ്. അപ്പൊ പീസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, നമ്മൾ പറയില്ലേ, വിവാഹേതര ജീവിതം, വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതം സമാധാനമായിരിക്കണം അല്ലെ. സമാധാനമാവണം എന്നുണ്ടെങ്കിൽ അവര് തമ്മിലൊരു ധാരണ എന്ന് പറഞ്ഞാല്, ഒരു കോമഡിയിൽ പറയുന്നുണ്ടല്ലേ, ആദ്യമൊക്കെ ഭർത്താവ് പറയണേ ഭാര്യ കേൾക്കും, പിന്നെ ഭാര്യ പറയണേ ഭർത്താവ് കേൾക്കും, പിന്നെ വലിയ 2 ആളും പറയണേ അയൽവക്കക്കാര് കേൾക്കും. അപ്പൊ അങ്ങനെ ആവരുത്, ഒബീഡിയൻസ്. അപ്പൊ ഇവിടെ ഒബീഡിയൻസ് ആരോടാണ്, ഗോഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ആ ഒരു വിശ്വാസം ബേസ് ചെയ്യുമ്പോഴാണ് ഇസ്ലാമിക് അക്കൗണ്ടിങ്ങിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ട്, ഗോഡ് നിലനിൽക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇസ്ലാമിക് അക്കൗണ്ടിങ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അപ്പൊ ആ ഒബീഡിയൻസിന്റെ അർത്ഥം എന്താണ്, വി ആർ സെർവിങ് ടു ഗോഡ്. ഓക്കെ, നമ്മള് ഉത്തരവാദികളാണ്. നമ്മളെ കുറെ റിസോഴ്സ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ റിസോഴ്സ് ഒക്കെ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടു പോവാൻ നമ്മളെ ഏൽപ്പിച്ചതാണ്. Then, so it is an integration between here and after. Then Islamic principles, അത് പിന്നെ ശരിയ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രൂത്ത്, ജസ്റ്റിസ്, ഫെയർ, ഗുഡ്വിൽ, ഹോണസ്റ്റി, അക്കൗണ്ടബിലിറ്റി എക്സെട്ര ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോഡ്. നമ്മൾ സത്യസന്ധരായിരിക്കണം.
ആരുടെ മുമ്പിൽ? ബിഫോർ ദി ഗോഡ്. അല്ലെ? നമ്മൾ മറ്റുള്ളവരെ വിശ്വാസവഞ്ചന കാണിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആരും അറിയും? ഗോഡ്. ആ ഒരു വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഒറ്റ ടേമും കൂടെ പറഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരും. ലാസ്റ്റ് ടേം ആണ് മുഹാസബ. മുഹാസബ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് MUHASABAH. എച്ച് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ലാസ്റ്റത്തെ മുഹാസബ ഒരു അറബിക് ടേം ആണ്. അക്കൗണ്ടിങ് റോൾ. റൂൾ അല്ല, RU അല്ല, RO ആണ്. റോൾ. അക്കൗണ്ടിങ് റോൾ ഇൻ ഇസ്ലാമിക് സ്റ്റേറ്റ്. അതിനെയാണ് മുഹാസബ എന്ന് പറയാം. അക്കൗണ്ടിങ്ങിന് എന്താണ്? പഴയ കാലം മുതൽ തന്നെയുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിന് എന്താണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലെ റോള്? ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് വൺസ് ആക്ട്. അല്ലെ? ഓരോ ആളുകളും നടത്തുന്ന പ്രവർത്തനം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തതാണ് ക്ലിയർ ദി അക്കൗണ്ട്. ക്ലിയർ ദി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ. ചെലവെത്ര, വരവെത്ര, ലാഭമുണ്ടോ, നഷ്ടമാണോ എന്നൊക്കെ നോക്കുക. ദെൻ ടു ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്, ശ്രദ്ധ ഉണ്ടാവാൻ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ടു ടേക്ക് കെയർ ഓഫ്, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് കൃത്യമായിട്ട് ചെലവഴിക്കുക. ദെൻ അടുത്ത ഒരു റോള് ശ്രദ്ധിക്കുക. ടു ആന്റിസിപ്പേറ്റ് റിവാർഡ് in the hereafter. To anticipate reward. ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ടൊരു ജീവിതം വരും എന്ന് പറഞ്ഞല്ലോ. അവിടെയും നമുക്ക് എന്തുണ്ട്? റിവാർഡ് ഉണ്ട്. അതും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. മറ്റൊന്ന് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്, ഇൻ ടു കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, എനിക്ക് തോന്നുക ഇതിലൊരു തിരുത്ത് വരണം എന്ന് തോന്നുകയാണ്. ഇതിൽ പറയുന്നത് ടു ഓർഡർ മുസ്ലിം ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് എന്നാണ്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ടു ഓർഡർ പീപ്പിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. അങ്ങനെ ആക്കുക. ടു ഓർഡർ മീൻസ് ഗിവിംഗ് ഓർഡേഴ്സ്. ഹൂ ഗിവ് ദി ഓർഡർ? ദ സുപ്പീരിയർ. ദ സുപ്പീരിയർ മീൻസ് ദി ഗോഡ് ഗിവിംഗ് ഓർഡർ. You should do. You should obey. It is an order. Okay. From the part of God. So, to order the people to perform their duties. All these things are the duties of people. And last one, to avoid fraudulent practice. To avoid fraudulent practice. So, these are the part of first module of Islamic accounting.